അണ്ണവരെ ഒന്ന് കാണാൻ. അതിനെന്താ, വരൂ. സംസാരിക്കാൻ പറയുന്നതൊക്കെ മനസ്സിലാവും, മറുപടിയൊക്കെ കണ്ണീരുകൊണ്ട. നമുക്ക് നല്ല ഡോക്ടർമാരെ ചികിത്സിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്ന എല്ലാവരും പറയണേ. ഞാൻ ചായ എടുക്കാം. എന്നെ മനസ്സിലായ ഇത് നാണ് വീറു. അന്നവര് മകനെ പോലെ സ്നേഹിച്ച വീറുവനാണ്. എന്തിനാ വീണ്ടും വന്നത്? അവശേഷിച്ച ജീവൻ കൂടി എടുക്കാനോ? നിന്നെ ഒരുപാട് സ്നേഹിച്ച മനുഷ്യനോട് എന്തിനു നീ ചതി ചെയ്തു? എല്ലാരും കൂടെ എന്നെ നാ ചെയ്തിട്ടില്ല. എനക്ക് ഇവർ ഭഗവാൻ മാതിരി. ഭഗവാൻ ആരെങ്കിലും ഉപദ്രവിക്കുമോ? എന്നെ വിശ്വസിക്കണം, അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. ഞാൻ ആരെയും സാധിക്കില്ല, ആരെയും സാധിക്കാൻ പറ്റില്ല എനിക്ക്. ഭഗവന്ത എല്ലാ കുത്തരം ഇവരെന്നെ ഈ സ്ഥിതിയിൽ ഇട്ടെത്തിയ. അണ്ണവരെ ഒന്ന് പറയും, ഞാനല്ലെന്ന് ഒന്ന് പറയൂ. മതി, പൊയ്ക്കോ. എന്റെ മോനോ നാട്ടുകാരോ അറിയുന്നതിന് മുമ്പ് ഈ നാട്ടിൽ നിന്ന് തന്നെ പൊയ്ക്കോ. ഇല്ലെങ്കിൽ നിന്റെ ജീവൻ പോലും അപകടത്തിലാവും. അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്താ ഇത്? ഇതൊരു പ്രോഗ്രസ് ആയിട്ട് കണ്ടാൽ മതി. എന്തെങ്കിലും കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ റിയാക്ട് ചെയ്യുന്നത് നല്ല ലക്ഷണമാണ്. നമുക്ക് നോക്കാം. മല്ലയെ സംസാരിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ ശ്രമിച്ചതായിരിക്കാം. വോക്കൽ കോഡ് ഡാമേജ് ആയതുകൊണ്ട് വല്ലാതെ സ്ട്രെയിൻ വന്ന് കാണും. ഞാൻ എല്ലാ ചന്ദ്രമോഹനോട് പറയാൻ പോകുക. വേണ്ട, ഞാൻ വിശ്വസിച്ച പോലെ അവനെല്ലാം വിശ്വസിക്കണമെന്നില്ല. എല്ലാ സത്യം അറിയണ ആളാ. അകത്ത് സംസാരിക്കാൻ കളിയാതെ കിടക്കണം. അന്ന് മലയാളം അറിയാതെ നൻകെ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു അറിയില്ല, ആരെന്നെ സാധിച്ചു അറിയില്ല. അതുകൊണ്ട് തന്നെയാ ചന്ദ്രമോഹനൊന്നും അറിയണ്ടെന്ന് പറഞ്ഞത്. മല്ലയെ എന്ത് പറഞ്ഞപ്പോഴാ അച്ഛൻ റിയാക്ട് ചെയ്തത്? എല്ലാത്തിനും അവസരം വരും. ഇപ്പൊ ഒന്നിനും പോകണ്ട. പാമ്പിനെയാ നീ നോവിച്ചു വിട്ടത്, സൂക്ഷിച്ചോ. എല്ലാറ്റിനും കടുക് കീറി കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും. അന്നേ നമ്മൾ തമ്മിൽ കാണും. ഇപ്പൊ ബയർ മാത്രമേ കീറിയുള്ളൂ. വേഗം പൊയ്ക്കോ, ഇല്ലാന്ത്രേ മൊത്തം വലിച്ചു കീറും. കാണാം, നമുക്ക് കാണാം.